ഗൈസ് മച്ചാൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വെടിക്കെട്ട് പ്രാങ്കുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വെടിക്കെട്ട് പ്രാങ്ക് നിങ്ങൾ വേണം കണ്ടിട്ട് പറയാൻ, ഞാൻ ആവശ്യമില്ലാതെ പറഞ്ഞല്ലേ. എന്തായാലും അറിയാമോ അറിയില്ലേ എന്ന് പറയുന്ന ഒരു പ്രാങ്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനു മുന്നേ ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുള്ളവരെ ഹാപ്പി ആക്കാൻ പോവാണ്. എങ്ങനെയാണെന്നല്ലേ, പെബിൾ സ്പഞ്ച് ചെയ്യാൻ പോവാണ്. അതായത് ഫിഷ് ബമ്പും ഉണ്ട്, പെബിൾ സ്പഞ്ച്. അവർ ഹാപ്പി ആവും. എങ്ങനെയാണെന്നല്ലേ, പ്ലക്കി. ഓ മൈ ഗോഡ്, കണ്ടോ, ലിസോ പെബിൾസിൻ്റെ പെബിൾ പഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ ലെവൽ ചോക്ലേറ്റ് ആണിത്. ഈ ചോക്ലേറ്റിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ ട്രിവാൻഡ്രത്തുള്ളവരെ ഹാപ്പി ആക്കട്ടെ. ലിസോ പെബിൾസിൻ്റെ ഈ പോക്കറ്റ് പാക്കറ്റ് നമുക്ക് ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അടിപൊളി ചോക്ലേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ചോക്ലേറ്റ് തന്നെയാണ്. ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. ഇതോ അടിപൊളി, വേറെ ലെവൽ പൊളി. സെയിം കളർ. നമ്മുടെ പെബിൾ സ്പഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? എന്തായാലും ലിസോ പെബിൾസിന്റെ പോക്കറ്റ് പാക്കറ്റ് ആണ് എൻ്റെ കയ്യിരിക്കുന്നത്. അതായത് പോക്കറ്റ് പെബിൾസ്. ഇത് പോക്കറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കും. കണ്ടോ, വേറെ ലെവൽ. എന്തായാലും 99 രൂപയേ ഉള്ളൂ. ട്രിവാൻഡ്രത്തിലെ എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്റ്റോഴ്സിൽ ചെന്ന് ലിസോ പെബിൾസിൻ്റെ പോക്കറ്റ് പാക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഈ ലിസോ പെബിൾസിൻ്റെ പോക്കറ്റ് പാക്കറ്റ്. അപ്പോൾ ഗെറ്റ് യുവർ പോക്കറ്റ് പെബിൾസ് ടുഡേ ഇറ്റ്സെൽഫ്. ഹലോ, ഞാൻ കടയുടെ ഫ്രണ്ട് ഉണ്ട്. കടയുടെ ഫ്രണ്ട് ഇരിക്കുന്നു. എത്ര നേരമായി ഷോപ്പിങ്ങിന് കയറിയിട്ട്? ഒരു മെനക്കെടുത്തതിന് ഒരു ഇതില്ലേ? ഉച്ചയ്ക്ക് കൊണ്ടാക്കിയിട്ട് പോയതല്ല, നിനക്ക് ഇറങ്ങി വാങ്ങിച്ചിട്ട് വന്നുകൂടെ നിനക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കയ്യിൽ കാശ് തന്നല്ലോ നിനക്ക്. ഞാൻ ഇതിൻ്റെ കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയല്ലേ ഞാൻ. എത്രയെന്ന് പറഞ്ഞ് പോസ്റ്റാവുന്നു? വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുമ്പോഴേ മെനക്കേട് തന്നെ. നമ്മൾ എവിടെ ഒരു രക്ഷയില്ല. ഉച്ചയ്ക്ക് കൊണ്ടാക്കിയതാണ്. അത് പോസ്റ്റായി നിൽക്കുകയാണോ? ആണോ? അവസ്ഥയാണ്. നമുക്ക് ഒരു എത്രയെന്ന് പറഞ്ഞ് നമ്മൾ എത്രയെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്? 10,000, 20,000 ഞാൻ കൊടുത്ത് എല്ലാം തീർത്തിട്ട് വരും. നമ്മളെവിടെ കണ്ട് നല്ല പരിചയമുണ്ട് മാമ. ലപ്ലി മുടുക്കിലുള്ളതാണോ? മറ്റേ വള്ളക്കടവ് ലപ്ലി മുടുക്കിൽ. നിങ്ങളെവിടെയാണ്? വള്ളക്കടവ് വരാറുണ്ട്. എവിടെയാണ് കറക്റ്റ് സ്ഥലം? എവിടെ? നെടുമങ്ങാട്. കൊച്ചാണി അറിയാമോ? കൊച്ചാണി മുക്ക്. കൊച്ചാണി മുക്കിൽ എൻ്റെ കൊച്ചാപ്പയുണ്ട്. കാച്ചാണി. പ്രൊമോഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നിക്കറും ലാപ്പീസ് എന്ന് പറയുന്ന 2 സാധനമുണ്ട്. ലാപ്പീസ് ലെപ്ലോപ്ലോപ്ല എന്ന് പറയുന്ന സാധനം മേടിക്കാൻ വേണ്ടി കയറ്റി വിട്ടാണ്. അത് 3 മണിക്ക് കയറി പോയത്. പുറത്തിറങ്ങിയില്ല. വന്നിട്ടും വന്നിട്ടില്ല. ഞാൻ 100 സാധനം നോക്കും. അതെ, അടുക്കി വെച്ചിരിക്കുന്ന സാധനം എല്ലാം വലിച്ച് എടുത്ത് അവർക്ക് കടയിൽ നിൽക്കുന്നവർക്ക് ബക്രി അടിക്കൂലേ?
അല്ലെങ്കിൽ ഒരു കട ശരിക്കും ഞാൻ വള്ളക്കടവ് ഞാൻ എൻ്റെ വാപ്പ പണ്ട് അമേരിക്കയിൽ കോഴിക്കച്ചവടം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഫാം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറേ നാൾ അമേരിക്കയിലുണ്ടായിരുന്നു. പിന്നെ അത് പൂട്ടേണ്ടി വന്നു. കോഴി പിന്നെ അവസാനം ഈ താറാവുമായിട്ടൊക്കെ കണക്ഷൻ വന്ന് മുട്ട രണ്ടും കൂടെ വേറെ രീതിയിൽ ഇടാൻ തുടങ്ങി. താറാവ് മുട്ടയൊക്കെ കോഴി ഇടാം. അങ്ങനെ അവിടെ നിർത്തേണ്ടി വന്നു. അങ്ങനെ ഇവിടെ വന്നു. ഇപ്പോൾ സെറ്റിൽഡാണ്. ബിസിനസ് ഇവിടെ ഫാമുണ്ട് നമുക്ക്. പാമ്പിൻ്റെ ഫാം. പാമ്പിൻ്റെ അതായത് പാമ്പിന് മുട്ട വരുമല്ലോ, ആ മുട്ട ഇവിടെ നിന്ന് നമ്മൾ കയറ്റി അമേരിക്ക ആ സൈഡിൽ അയച്ചു കൊടുക്കും. പാമ്പിൻ്റെ മുട്ടകൾ നിയമപരമായിട്ട് ലൈസൻസ് എടുത്തിട്ട് കള്ളത്തടത്തിലൂടെ ചെയ്യാം. അല്ല അത് പ്രശ്നമാവും. പക്ഷേ നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങനെ ചെയ്യും. ഈ പാമ്പ് വളർത്തുന്നുണ്ടോ? പാമ്പ് വളർത്തില്ല. വളരും മുന്നേ നമ്മൾ കയറ്റി വിടും. ചിലപ്പോൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ മുട്ട പൊട്ടി അവിടെ എത്തുമ്പോൾ പാമ്പ് മുട്ടയിടാനുള്ള പാമ്പ് കാണുമല്ലോ. മുട്ടയിടാനുള്ള പാമ്പ് കാണും. അത് എല്ലാ ഐറ്റം പാമ്പ് അവരെ നമ്മൾ ഭയങ്കര അത് എല്ലാ ഐറ്റവും അല്ല. ചെറിയ ചേര, നോനാണി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നോനാണി കേട്ടിട്ടുണ്ടോ? നോനാണി വലിയ വിഷമൊന്നുമില്ല. അത് ചെറുതായിട്ടൊന്ന് തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ വരും. കേട്ടിട്ടില്ലല്ലേ? കേട്ടിട്ടില്ല. അത് നോനാണി എന്ന് പറയുന്ന പാമ്പ്. എന്തിനാണ് അത് ചെയ്യുന്നത്? ഇത് നമ്മൾ അവിടെ ചുമ്മാ അവിടെ പാമ്പില്ല. അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പാമ്പില്ല. അവർക്ക് പാമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പാമ്പ് നമ്മൾ കയറ്റി അങ്ങ് മുട്ട അങ്ങ് വിടും. അവിടെ വെച്ചിട്ട് മുട്ട അയ്യോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ എന്നാ ഞാൻ ഇവിടെ നിൽക്കും, അവൻ്റെ ഇവിടെ നിൽക്കില്ല. അങ്ങനെ ചുമ്മാ ഞാൻ പറ്റിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പറ്റിക്കാൻ വേണ്ടിയിട്ടേ വീഡിയോ. അതുകൊണ്ടാ നിന്റെ പേരെന്താ? എൻ്റെ പേര് മാഹീൻ മച്ചാൻ. എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ലേ? വളരെ നീ പറ്റിക്കുന്നുണ്ടെന്ന്. ആ റോബിനെ കൊണ്ടുവന്ന് പിന്നെ മറ്റുള്ള എന്നിട്ട് മനസ്സിലായില്ല ഞാൻ അടുത്ത് വന്നത്. നിന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എങ്ങനെ ചോദിക്കണ്ടേ? അതാണോ ചോദിക്കണ്ടേ? ക്യാമറ എവിടെയെങ്കിലും വരും. എന്റെ പെണ്ണ് പോലെ ഇത് നശിപ്പിക്കല്ലേ നീ എന്നെ. ഇത് നല്ല രസമായിട്ട് വരുള്ളൂ. നമ്മളന്ന് ഓർമ്മയുണ്ടോ? ഒരിക്കൽ അതാണ് എനിക്ക് ഓർമ്മ കാണുമായിരിക്കും. നമ്മളൊന്ന് ഒരിക്കൽ മീറ്റ് ചെയ്ത് ഇയാളെ സ്ട്രൈക്ക് ചെയ്തില്ലേ? കണ്ടിട്ട് നിന്നില്ലേ? പെട്ടെന്ന് നിന്നില്ലേ എന്നെ കണ്ടത്? അതാണ്. ഞങ്ങള് ട്വിൻസ് ആക്ച്വലി. അപ്പോൾ അവളെ കണ്ടിട്ടാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. സുരേന്ദ്രൻ അങ്കിളിന്റെ വീട്ടിന്റെ അടുത്തായിട്ട് മില്ല് അവിടെ മില്ലിലെ മാവ് പൊടിക്കാൻ വേണ്ടി വരുന്ന പിന്നെ സുരേന്ദ്രൻ അങ്കിള് അറിയില്ല. ഇത് പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി. പ്രാങ്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സാധനം തരട്ടെ. മറ്റേ ബോധം കെടുത്തുന്ന സാധനം കൊടുത്താലോ? അയ്യോ ചുമ്മാ എന്നാ. ഇത് ലിസോ പെബിൾസിൻ്റെ ചോക്ലേറ്റാണ്. ഇത് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പേജ് ഫോളോ ചെയ്യാൻ തോന്നിപ്പോവും. അങ്ങനത്തെ ചോക്ലേറ്റാണ്. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരെണ്ണം കഴിച്ചു വയ്ക്കാം. ഇല്ല, ഞാൻ എടുത്തോണ്ട് പോകും. എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് വേണം അല്ലേ? നമ്മള് എവിടെയോ വെച്ച് കണ്ട് മുഖപരിചയം. കൊങ്ങണാഞ്ചി സ്ഥലത്ത്, തിരുവനന്തപുരം കൊക്കണാച്ചി ആ മറ്റേ ഏരിയ ഉണ്ടല്ലോ, ചെറിയൊരു മുടുക്കുള്ള കവടിയാറ്. അവിടെ കുറവങ്കോണത്തിൻ്റെ ആ സൈഡിൽ വെച്ചിട്ട് നമ്മളൊന്ന് മീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ കുറേ ഇമ്രാൻജിയും മറ്റേ ഇവൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇമ്രാൻജി മറ്റേ മത്സ്യത്തൊഴിലാളികളുടെ സ്നാപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളന്ന് എവിടെയോ കണ്ടൊരു പരിചയമുണ്ട്. നമ്മളന്ന് കുറേ സംസാരിച്ചു. പക്ഷെ മാമനെല്ലാം തോന്നുന്നു അല്ലേ? നിങ്ങൾ ആ ഇവൻറ്റിന് വന്നായിരുന്നു? ഇവിടെ കുറവങ്കോണത്ത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. മാഹീൻ മച്ചാൻ. ആ പരിപാടി ഞാൻ കണ്ട് പരിചയപ്പെടാൻ വേണ്ടി. ഞാൻ ചുമ്മാ ഇങ്ങനെ കവർ നോക്കി ഇവിടെ നടക്കും ഇങ്ങനെ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് വന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഈ ക്യാരം ബോർഡ് കളിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അതേപോലെ സ്ട്രൈക്ക് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുന്ന? മാമനെയും കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതാണ്, എന്നെ പോലെയാണ്. ചുമ്മാ ഇത് പറ്റിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ. പേര് അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ലിസോ പെബിൾസിൻ്റെ ചോക്ലേറ്റ്. ഡാജി അണ്ണൻ്റെ മോനാണോ? നമ്മളെവിടെയോ പക്ഷേ വള്ളക്കടവ് സുരേന്ദ്രൻ കണ്ട മാതിരി ഒരു. എന്നെ കണ്ടിട്ടില്ലേ?
അല്ല ആക്ച്വലി ഞാൻ അന്ന് വന്ന് ഓർമ്മയില്ലേ അന്ന് വന്നിട്ട് ഒരു ഇതില്ലേ ഓർമ്മയില്ല എന്നെ ഓർക്കുന്നില്ല ഞാൻ അന്ന് ഓർമ്മയില്ല ചേട്ടാ ചേട്ടൻ എന്ത് പണിയാണ് ചെയ്യുന്നത് ആ വർക്കിൽ വെച്ച് നമ്മളന്ന് കണ്ട ഓർമ്മയില്ലേ അല്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഓർത്തിട്ട് സോറി ചേട്ടാ പ്രാങ്കാണ് ജസ്റ്റ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ ഇടുക പേരെന്താണ് സോറി ചേട്ടാ വിഷ്ണുവിന് ഞാനൊരു സമ്മാനം തരട്ടെ കുഴപ്പമുണ്ടോ ഇത് പ്രാങ്കല്ല ഇത് ലിസോ പെബിൾസിൻ്റെ ഒരു ചോക്ലേറ്റ് ആണ് പ്രീമിയം ചോക്ലേറ്റ് കഴിച്ചു നോക്കട്ടെ ഹായ് രാധിക ആജിനിമുക്കിലാണോ താമസിക്കുന്നത് ആജിനിമുക്ക് എന്ന് പറയുന്ന കബഡിയ എവിടെയാ സ്ഥലം ഇവിടെയല്ല ട്രിവാൻഡ്രം അല്ല ആജിനിമുക്കിൽ വെച്ച് കണ്ടു ഞാൻ ആജിനിമുക്കിൽ മാറ്റളപ്പറ്റി ചെയ്തിട്ട് ഒരു സ്ഥലത്ത് മറ്റേ എക്സിബിഷൻ നടന്നില്ലേ ഇബ്രി മാൻ എന്ന് പറയുന്ന എക്സിബിഷന് വന്നിട്ടില്ല അതേ സെയിം കേട്ടോ അതേ സെയിം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആ ഇബ്രി എക്സിബിഷനിൽ ഞാൻ എഗ്ഗ് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ വന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അല്ലേ സെയിം പോലെ തോന്നി എനിക്കെന്തോ പെട്ടെന്ന് വാനിഷ ഡിറ്റോ ഹ്യൂമാനിറ്റൈസേഷൻ പോലെ തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ ഇലുമിനേഷനൊക്കെ പെട്ടെന്ന് അതല്ല അല്ലേ പക്ഷേ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇബ്രു എക്സിബിഷൻ കബഡി അറിയാൻ നടന്നേ വന്നിട്ടില്ല ഒരു പെട്ടെന്ന് കണ്ടതുപോലെ തോന്നി അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും വിചാരിക്കും പിന്നെ ഞാൻ ഇത് വിൽക്കുന്നുണ്ട് കേട്ടോ പ്രോഡക്റ്റ് ഇല്ല ഞാൻ പ്രോഡക്റ്റ് വെക്കുകയാണ് കാരണം ഇത് ഞാൻ വിറ്റിട്ട് ഞാൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും ഞാൻ ഈ വലിയ കച്ചവടം നടക്കുന്ന ആളല്ല ഫ്രീ ആയിട്ട് ഓക്കെ ഇത് നമ്മുടെ ഒരു സന്തോഷമാണ് കാരണം അമ്മ കുറേ കാശൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതെല്ലാം അമ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എല്ലാവർക്കും ഞാൻ കൊടുക്കും ഞാൻ ഇതായി ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും പൈസ ഒന്നും വേണ്ട പെങ്ങളെ ഞാൻ എല്ലാവർക്കും അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് പക്ഷേ ഇതെല്ലാം വാങ്ങിച്ചിട്ടും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊന്നും തന്നില്ല അല്ല തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ വാരിക്കോരി കൊടുക്കും കഴിച്ചോ ഇല്ലല്ല നമ്മൾ വാരിക്കോരി വന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല മനസ്സിലായില്ലേ നമ്മളൊന്നും ആഗ്രഹിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ കഴിച്ചോ ഇത് വയറ് നിറച്ച് കഴിക്കണം മനസ്സിലായില്ലേ ഇത് നല്ല ചോക്ലേറ്റ് ആണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നില്ല കഴക്കൂട്ടത്തുള്ള ലിസോ പെബിൾസ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ് ഇത് ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാമറ കഴിച്ചോളൂ ഇത് നമ്മുടെ സമ്മാനമാണ് ഇത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആണ് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് ഇഷ്ടമല്ലേ പൊളിയല്ലേ ഇനി ഇത് കഴിച്ചിട്ട് നമ്മുടെ ലിസോ പെബിൾസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം ഓക്കെ മറക്കല്ലേ ഓക്കെ ബൈ നല്ലൊരു ബൈ കാണിച്ചു ശരി ബൈ അവിടെ മറ്റേ കബഡിയാർ ഏരിയയിൽ മലക്കരക്കടയിൽ വന്ന ഓർമ്മ ഉണ്ടോ അവിടെ നിന്നാണോ ഫ്രഷ് വെജിറ്റബിൾസ് അല്ല എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തു ഞാൻ കയ്യിൽ കാശില്ലായിരുന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂടെ അന്ന് ഞാൻ കാശില്ലാതെ ഭയങ്കര വെപ്രാളപ്പെട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ താങ്ക്സ് കാരണം അന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ കളിയാക്കുന്നതല്ല ഞാൻ അന്ന് മലക്കരക്കടയിൽ ഞാൻ വെണ്ടയ്ക്ക് എല്ലാം വാങ്ങിച്ചിട്ട് കാശില്ലാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ 20 രൂപ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ 10 രൂപയായിട്ട് 2 നോട്ട് കൊടുത്ത ഓർമ്മ ഉണ്ടോ അല്ല നിങ്ങൾ ഹസ്ബൻഡും നിങ്ങളും ആശിക്കോ ഞാൻ അന്ന് കട അല്ല നിങ്ങളല്ല കേട്ടോ നിങ്ങളെ പോലെ ഇരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സ്ട്രൈക്ക് ഞാൻ മലക്കറി അന്ന് വാങ്ങിക്കാനേ നിങ്ങൾ ഹസ്ബൻഡ് ആരാ ഇതാണോ ചേട്ടാ അന്ന് ഓർമ്മയുണ്ടോ ഞാൻ അന്ന് മലക്കറിക്കടയിൽ വന്നിട്ട് എനിക്ക് അന്ന് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് ഉള്ളൂരല്ല കബഡിയാർ ഉള്ളൂരിൽ വെച്ചിട്ട് നിങ്ങൾ ഓർമ്മയില്ല ഇത്ര ഇതായിട്ടാണോ ഈ ചേച്ചി എൻ്റെ അടുത്ത് പറയണേ അറിഞ്ഞൂടാന്ന് ചേച്ചി പറയുന്നത് ചേച്ചി മലക്കറിക്കടയിൽ കിടന്നിട്ട് ഞാനന്ന് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് പക്ഷേ ചേച്ചി ഓർക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ചേച്ചി അടുത്ത് പറയുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഭയങ്കര വിഷമമായി ചേച്ചി പെട്ടെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് പെട്ടെന്ന് കണ്ടു അങ്ങനെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ ഞാൻ മറക്കുക ചേച്ചി ഇതിപ്പോ വെണ്ടയ്ക്ക മലക്കറിയെല്ലാം വാങ്ങിക്കാൻ പോയതാണോ ചേച്ചി പോകുന്നേ ഉള്ളൂ എന്നെ ഓർമ്മ കിട്ടുന്നില്ല ഒന്ന് നോക്കി ഈ രൂപം ഈ ഓർമ്മ വരുന്നില്ല ഇത് കണ്ടിട്ട് ഓർമ്മ വരുന്നില്ല ചേച്ചിക്ക് അതിന് നോക്ക് വീഡിയോ എടുക്കുന്നുണ്ട് ആശിക്കിന് ഓർമ്മ ഉണ്ടോ
പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പ്രാങ്ക്. ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അടിപൊളി. മാമി സുഖാണോ മാമി? ഓർമ്മ ഉണ്ട് എന്നെ? സുരേന്ദ്ര മാമൻ്റെ മോനില്ലേ, പണ്ട് അമേരിക്കയിൽ പോയിട്ട് അവിടെ ഡക്ക് കച്ചവടം നടത്തിയിട്ട് തിരിച്ചു വന്ന മകനാണ്. അഞ്ചൽ സ്ഥലത്ത്. മാമിക്ക് അറിയാം, അമേരിക്കയിൽ പോയിട്ട് പണ്ട്. അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് ആരെ? മാമിയുടെ? എൻ്റെ അച്ഛൻ്റെ പേര് സുരേന്ദ്രൻ. അന്ന് ഡക്ക് കച്ചവടത്തിന് മറ്റേ അമേരിക്കയിൽ പോയിട്ട് അവിടെ ഫാം നടത്തിയിട്ട് താറാവ് കച്ചവടം. ഞാൻ അഞ്ചലുള്ള കൊങ്കാഞ്ചി എന്ന് പറയുന്ന മറ്റേ മുടുക്കില്ലേ, കൊങ്കാഞ്ചി എന്ന് പറയുന്ന അല്ല ഏരിയ, ഒരു കൊങ്കാഞ്ചി എന്ന് പറയുന്ന ഏരിയയില്. മാമി നല്ല ഓർമ്മ. മാമിക്ക് സുരേന്ദ്ര മാമന് ഓർമ്മയില്ലാന്ന് പറഞ്ഞാൽ വളരെ മോശം. സുരേന്ദ്ര മാമൻ ഡക്ക് കച്ചവടം ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു. സന്തോഷത്തിന്റെ പേരില് ഒരു സാധനം കഴിച്ചിട്ട് വന്നു. അങ്ങനെ സ്ഥലമില്ല, ചുമ്മാ ഓക്കെ ബൈ. രേഷ്മ അല്ല, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളന്ന് ഒരിക്കൽ ഒരു ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ വന്നപ്പോ. രമേശ് സുരേന്ദ്രൻ വക്കീൽ മകൻ്റെ. ഞാൻ അന്ന് ഒരിക്കൽ കാറി വെച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ചാടി ഇറങ്ങിയിട്ട് പെട്ടെന്ന് അന്ന് കവടിയാർ ഏരിയയിൽ ഞാൻ വന്നു. അല്ല, നമ്മളന്ന് കണ്ട് കുറേ സംസാരിച്ചു റോഡിൽ നിന്ന്. ഞാൻ അന്ന് കാറിൽ വന്നപ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങിയത് ഓർമ്മയില്ലേ? അത് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാറില്ലേ, ഞാൻ ഭയങ്കരമായിട്ട് സ്പീഡിൽ പൊയ്ക്കാൻ അന്ന് ഹോൺ അടിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ചാടി. 2023 ഈ വർഷം. അതാണ് ഞാൻ അബുദാബിയിൽ വന്നിറങ്ങിയ കാര്യം പറയുന്നത്. അന്ന് നമ്മൾ മറ്റേ ബുർജിൽ അറബിൻ്റെ അടുത്ത് വെച്ചിരുന്നു. ഞാൻ അന്ന് കാറിൽ അന്ന് സ്പീഡിൽ അവിടെ പോകുമ്പോൾ. ഞാൻ RJ ആണ്, യൂട്യൂബറാണ്. ഞാനിങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ആളാണ്. അതെ, എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. കേട്ടോ, താങ്ക് യു സോ മച്ച്. ഹലോ, ഓർമ്മയുണ്ടോ എന്നെ? നമ്മളന്ന് ഡുംബ്രൂഞ്ചി ഇവൻറ്റിൽ വെച്ചിട്ട് നമ്മളൊന്ന് കവടിയാറിൽ നടന്ന ഡുംബ്രൂഞ്ചി ഇവൻ്റ് ഓർമ്മയുണ്ടോ? അല്ല, നമ്മളന്ന് കുറേ സംസാരിച്ചു. നമ്മളന്ന് ഇതിൻ്റെ പറ്റില്ല ബ്രാഞ്ച്. അതെ, ഓർമ്മയില്ലേ? നമ്മളന്ന് അല്ല, കവടിയാർ അന്ന് ഇവൻറ്റിന് വന്നില്ല. ഡുംബ്രൂച്ചി എന്ന് പറയുന്നൊരു ഇവൻറ്റ്, മറ്റേ മത്സ്യത്തൊഴിലാളികളുടെ ഇവൻറ്റിന് വേണ്ടിയിട്ട്. അന്ന് ഞാൻ മീൻ മേടിക്കാൻ നിന്നപ്പോൾ എൻ്റെ കാശില്ലായിരുന്നു. ഇയാളെ പോലെ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് അല്ല, പോയിട്ടില്ല ഇവൻറ്റ്. സെയിം ഇതാണ് കേട്ടോ. അന്ന് വന്നിട്ട് ഞാൻ മത്തി മേടിക്കാനാണ് നിന്നത്. ആക്ച്വലി അന്ന് എൻ്റെ കാശില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ അന്ന് വിളിച്ചിട്ട് പറഞ്ഞു മത്തി വാങ്ങിക്കും മോനെ. പക്ഷെ കാശില്ലാതെ ഞാൻ നിന്നപ്പോൾ ഇയാളുടെ സെയിം ഒരാൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ ആവശ്യത്തിന് ഞാനന്ന് മത്തി മേടിച്ചു. പക്ഷെ അത് പൂച്ച കഴിച്ചുകൊണ്ട് പോയി. ഭയങ്കര പൂച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ റോഡിൽ കൂടെ പോയപ്പോൾ തന്നെ. പക്ഷെ ഇയാളല്ലായിരുന്നു, പറ്റിക്കുന്നതാണോ എന്നെ? അല്ലായിരുന്നു. ഇയാൾ എന്താ ചെയ്യുന്നത് ആക്ച്വലി? ഓ, അതാണ്. അപ്പോൾ അവിടുത്തെ ഡിംബ്രൂജിയിലെ ഇവൻറ്റിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഡിംബ്രൂജി ഇവൻറ്റിൻ്റെ കോർഡിനേറ്ററും കൂടെയാണ്. അതിൻ്റെ ഇതാണ്. അല്ല, പക്ഷേ ഇത് ചുമ്മാ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആക്ച്വലി. അപ്പോൾ വീഡിയോ എവിടെ ആയിരിക്കും? അല്ല, എൻ്റെ വീഡിയോ എവിടെ ആയിരിക്കും? എന്നാലും ഞാൻ സന്തോഷിപ്പിച്ചേ വിടുള്ളൂ. ലിസോ പെബിൾസിൻ്റെ ഇത് പ്രീമിയം ചോക്ലേറ്റ് ആണ്. കഴിച്ചിട്ടുണ്ടോ അത്? ഇഷ്ടപ്പെട്ടായിരുന്നോ? ബൈ ഡിംബ്രൂജി. ഞാനങ്ങനെ മത്തി അങ്ങനെ വാങ്ങിക്കാനൊന്നും പോയി. ഹേ ഗായ്സ്, അപ്പോൾ അറിയാമോ അറിയില്ലേ പ്രാങ്ക് നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അറിയാത്തവർക്ക് അറിയിച്ചു കൊടുത്തു ഞാൻ ആരാന്ന്. അറിഞ്ഞുകൂടാത്തവർ ബ്ലിങ്ക്ലാഞ്ചി അടിക്കുകയും കിളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ സെറ്റാണ്, ഒരു കല്യാണപ്പണി, ഒരു എമിട്ട് കല്യാണപ്പണി. ആ വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓർമ്മ ഉണ്ടോ, ഞാൻ അന്ന് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്ന സെൻറ് മേരീസ് സ്കൂളിൽ. നീ ഏത് സ്കൂളിലായിരുന്നു? ആ, അതാണ് സെൻറ് മേരീസ്. ഞാൻ പണ്ട് പഠിക്കാൻ വന്ന ഓർമ്മ ഉണ്ടാ? ലാപ്ലി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, ഓർമ്മയില്ലേ? എന്നിട്ട് ഓർമ്മയില്ലാന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ മാമ. നീ എന്നെ ഏതർത്ഥത്തില്ല ഈ മാമ എന്ന് വിളിക്കുന്നത്?
മാമനല്ലേ ഇഡ്ഡലി കടയില് ഇഡ്ഡലി ചുടാൻ വേണ്ടി ഇരുന്നപ്പോ ഇഡ്ഡലി എടുത്തോണ്ട് പോയത് അന്ന് മറ്റേ കടയില്? ശരിയാ. പക്ഷെ കുണ്ട്രാന്ന് ആദ്യം പറഞ്ഞേ. കുണ്ട്രെന്ന് പറഞ്ഞു. അതെന്താ? കുണ്ട്രായതുകൊണ്ട്